എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള രോഗാണുബാധകളില്ല. ഉള്ളതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇനിയിപ്പോൾ മഴ വർദ്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ക്ലീനിങ്ങും കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. ഏതാ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എക്സ്പെർട്ട് കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പെർട്ട് കമ്മിറ്റി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നിപ ഉൾപ്പെടെയുള്ളത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയുഷിന്റെ കീഴിൽ ചികിത്സയ്ക്ക് വരുന്നവരിൽ പകർച്ചവ്യാധി ലക്ഷണങ്ങളുണ്ടെങ്കിൽ അലോപ്പതിയിലേക്ക് മാറ്റുന്ന നിർദ്ദേശം കൊടുത്തതായിട്ട് വാർത്തകൾ. അങ്ങനത്തെ വാർത്തകളൊന്നുമില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടുമില്ല. അതെങ്ങനെ പല വാർത്തകളും പല രീതിയിൽ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. 2500 കോടിയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത്. 2500 കോടി കടമുണ്ട് മരുന്ന് കമ്പനിക്ക് കൊടുക്കാൻ, സ്റ്റഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നൽകാൻ. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്ന അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ അത്ര കാര്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി മുതൽ നടത്തേണ്ട പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഇലക്ഷൻ ഫീൽഡിലായിരിക്കും, അതായിരിക്കാം ചിലപ്പോൾ. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുമ്പോഴേക്കും പകർച്ചവ്യാധികൾ കുറേയൊക്കെ പടർന്നിരുന്നു. പക്ഷെ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷിഗല്ല മരണങ്ങൾ ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ എന്തെങ്കിലും നോട്ടപ്പിശുകളുണ്ട്? കാരണം ഇന്നലെ തന്നെ 8 പേരുടെ ആണ് പകർച്ചപ്പനി ബാധിച്ച്. ഇപ്പൊ ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമരം കാരണം മാലിന്യ നീക്കം അവിടെ ഫലപ്രദമായി നടക്കുന്നില്ല. ഞാൻ മേയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഭരണസമ്പന്നത്തിന്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊതുകുകളുടെ എണ്ണം പെരുകിയാൽ ഡെങ്കി കൂടും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് മഴക്കാലത്ത് ഡെങ്കി പടരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പൊ അതിന്റെയൊക്കെ വ്യക്തമായുള്ള സൂചന എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണം മാത്രമല്ല, ജലവിഭവമുണ്ട്, അതുപോലെ വിദ്യാലയങ്ങളുടെ കിണറുകൾ ശുചീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഈ സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപനക്കുറവുണ്ട്. ഇപ്പൊ അതില്ലല്ലോ. എങ്ങനെയാണ് ഏകോപനക്കുറവ്? ഞാൻ ചെയ്യട്ടെ. KPC പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, പുതിയ പ്രസിഡന്റ് വന്നിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഏകോപനത്തിന് കുറവുണ്ടാവുന്നത്? KPC പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, 2 വർക്കിംഗ് പ്രസിഡന്റുമാര് ക്യാബിനറ്റിലുണ്ട്, 2 മുൻ KPC പ്രസിഡന്റുമാര് ക്യാബിനറ്റിലുണ്ട്. പിന്നെ എങ്ങനെയാണ് എന്താ കോർഡിനേഷൻ കുറവെന്താ? അത് ഞങ്ങളുടെ അല്ല, അത് ഹൈക്കമാൻഡാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡിനോട് ചാർജ് എടുത്ത് അന്ന് തന്നെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിയാൻ തയ്യാറാണ്. കുഴൽനാടൻ പോലെയുള്ള നേതാക്കന്മാരുടെ ഫ്ലക്സ് ഒക്കെ KPCC പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് DCCയിലുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊക്കെ ഫ്ലക്സ് വയ്ക്കുന്നതിന് ഇപ്പൊ ആർക്ക് എന്ത് നിയന്ത്രിക്കാൻ കഴിയും? പകലല്ലല്ലോ ഫ്ലക്സ് വയ്ക്കുന്നതൊക്കെ, രാത്രിയല്ലേ. ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? കോഴിക്കോട് ഏത് സമയത്ത് വെച്ചാലും ഫ്ലക്സ് നോക്കിയിട്ടല്ല ഭാരവാഹികളെ വെക്കുക. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.